നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. ഇന്ന് കാസർഗോഡ് ജില്ലയോട് അതിർത്തി പങ്കിടുന്ന പാണത്തൂരിലാണ്. കേരള കർണാടക അതിർത്തി പ്രദേശമായ ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാട്ടാന ശല്യവും ഒപ്പം വന്യമൃഗശല്യവും രൂക്ഷമാണ്. ഇവിടെ നിരവധി കർഷകരാണ് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. പാണത്തൂർ മേഖലകളിലെ കാട്ടാന ശല്യവും ഒപ്പം ഈ വന്യമൃഗശല്യവും ഇവിടുത്തെ ജനജീവിതത്തെ തന്നെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നു. ഏതായാലും കൂടുതൽ പേർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മാത്രമല്ല ഇവിടുത്തെ വനപാലകരും അല്പസമയത്തിനകം നമ്മോടൊപ്പം ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആദ്യം തന്നെ ഈ പനത്തടി പഞ്ചായത്ത് നേരത്തെ മുൻ ആരോഗ്യ വിഭാഗം പ്രതിനിധിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. പി തമ്പാൻ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തോട് നമുക്ക് ഈ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയാം. എന്താണ് തമ്പാട്ട് ഇപ്പോൾ നിലവിലൊരു അവസ്ഥ? പനത്തടി ഗ്രാമപഞ്ചായത്തിൻ്റെ പാണത്തൂർ പ്രദേശത്ത് പെരിയാരത്ത് കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി കാട്ടാനകളുടെ കൂട്ടത്തോടുള്ള കാട്ടാനകളുടെ ശല്യം ജനങ്ങളിങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കിയിട്ടുള്ള കൃഷിയിടങ്ങളിൽ അവർക്കൊരു സംരക്ഷണം ലഭിക്കുന്നില്ല. കാട്ടാനകൾ വന്ന് ഭീകരമായ ഒരു സ്ഥിതിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനജീവിതം ദുഷ്കരമാവുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ പനത്തടി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവരോട് എല്ലാം യോഗം വിളിച്ചു ചേർത്ത് ആവശ്യമായ ബന്ധപ്പെട്ട ത്രിതല പഞ്ചായത്തും അതോടൊപ്പം MLA MP ഉൾപ്പെടെയുള്ള ആളുകളുടെ യോഗം വിളിച്ച് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ജനങ്ങൾക്ക് സൗകര്യമായി ജീവിക്കുന്നതിനാവശ്യമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള ഒരു പ്രവർത്തനം നടന്നു വരികയാണ്. ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം കർണാടക മേഖലയിൽ നിന്നാണ് ഈ ആന വന്നിട്ടുള്ളത്. കൂട്ടത്തോടെയാണ് വന്നിട്ടുള്ളത്. അവർക്ക് കാരണവശാലും അവരെ തിരിച്ച് ആന കർണാടകത്തിൻ്റെ കാടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ രാത്രിയും ഈ ആന രൂക്ഷമായി വന്ന് കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു. തെങ്ങും അതോടൊപ്പം തന്നെ വാഴയും ആണ് ഏറ്റവും കൂടുതൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് ഭീകര അന്തരീക്ഷമായതുകൊണ്ട് പുറത്തിറങ്ങാൻ വേണ്ടി കഴിഞ്ഞില്ല. RRTൻ്റെ ഫോറസ്റ്റിൻ്റെ സഹായം നമ്മൾ തേടി ഇപ്പോൾ പലപ്പോഴും ഇതിനാവശ്യമായ സാഹചര്യം പടക്കങ്ങളെല്ലാം പൊട്ടിച്ച് ആനയെ ഓടിക്കുന്നതിനാവശ്യമായ സാഹചര്യമാണ് ഉണ്ടാക്കിയിരുന്നത്. അതുകൂടാതെ കാലവർഷത്തിൻ്റെ കടുത്ത മഴയും ഉള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നില്ല. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫെൻസിങ് ഇപ്പോൾ ഈ മരമെല്ലാം പൊളിഞ്ഞ് വീണ് കൊണ്ട് ഫെൻസിങ് കൃത്യമായില്ല. അതുപോലെ കഴിഞ്ഞ ദിവസം ഏറ്റവും രൂക്ഷമായി വന്നു പറഞ്ഞാൽ ട്രഞ്ച് നിർമ്മിച്ച് ആനക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃഷിക്കാരെ ഇതെന്ന് പറഞ്ഞാൽ തേനീച്ചനെ വളർത്തി ഇതിൽ നിന്ന് സംരക്ഷണം നേടാൻ വേണ്ടി കഴിയുമെന്നുള്ളൊരു ആലോചനയും കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ പ്രദേശത്തിനകത്ത് കഴിഞ്ഞ 2 ആഴ്ചയായി ഭയങ്കര അതായത് ടൗണിലേക്ക് വരെ എത്തിക്കഴിഞ്ഞു. അതായത് വീടിൻ്റെ മുറ്റത്തെത്തി ടാങ്കുകൾ, വെള്ളം നിറച്ചു വെക്കുന്ന ടാങ്കുകൾ ചവിട്ടിപ്പൊളിക്കുന്ന സ്ഥിതി ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും രൂക്ഷമായ ഒരു സാഹചര്യമാണ് ഈ കാട്ടാനകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി. എത്രത്തോളം ഈ കൃഷിനാശം ഈ മേഖലകളിൽ സംഭവിച്ചിട്ടുണ്ട്? അതുമാത്രമല്ല ഈ പ്രദേശത്ത് ഏകദേശം എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ടാവും? നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആ വാർഡ് തന്നെ ഏകദേശം 1500ഓളം വോട്ടർമാർ അടങ്ങുന്ന ആ വാർഡിനകത്ത് ഭൂമി എന്ന് പറഞ്ഞാൽ പരിമിതമായ കൃഷിക്കാരാണ്. വലിയൊരു തോട്ടം എന്ന രീതിയിലില്ല. പരിമിതമായ കൃഷി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് അവരെ കൃഷി നാശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തെങ്ങിന് 700 രൂപ മാത്രമാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. ഒരു റബ്ബറും അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും പരിമിതമാണ്. ഈ കവുങ്ങിനും പരിമിതമായ സഹായം മാത്രമാണ് നശിപ്പിക്കുമ്പോൾ. അപ്പോൾ ഒരു തെങ്ങ് തൈ വാങ്ങിക്കാൻ തന്നെ 300 രൂപ നഴ്സറി പോയാലുണ്ട്. ആ തെങ്ങിനാണ് 700 രൂപ കൊടുക്കുന്നത്. ആ പരിമിതമായ ധനസഹായം പോരാ, കൂടുതൽ ആവശ്യമായ അതിനൊരു വില നിശ്ചയിച്ച് കർഷകർക്ക് കൊടുക്കുന്നതിനാവശ്യമായ സമീപനം ഉണ്ടാവണം. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ മേഖലകളിൽ കാട്ടാന മാത്രമല്ല, പന്നി, അതുപോലെ മയിൽ ഉൾപ്പെടെ പെരുമ്പാമ്പിൻ്റെ ശല്യം, അങ്ങനെ രൂക്ഷമായ വന്യമൃഗങ്ങളുടെ ഒരു ഭീതിയിലാണ് ഈ പ്രദേശത്തെ ജനങ്ങളുള്ളത്. അതിൽ നിന്ന് സംരക്ഷണം നേടുന്നതിനാവശ്യമായ എല്ലാ തലത്തിലുള്ള ഒരു ഇടപെടൽ നട്ടുകൊണ്ട് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തി ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ഇടപെടൽ പനത്തടി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ജനങ്ങളുടെ ഒരു നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഈ കർണാടക സർക്കാരിൻ്റെ ഒരു സഹകരണം ഇതിനോട് എങ്ങനെയാണ്? കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു സഹായം ഇതുവരെ ലഭിച്ചില്ല. കഴിഞ്ഞ ദിവസം അവരെയും കൂടി അവിടുത്തെ MP MLA കൂടി ഉൾപ്പെടുത്തിയ ഒരു യോഗം പഞ്ചായത്തിൽ വിളിക്കണം. തൊട്ടടുത്ത കരിക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വിളിച്ച് നമ്മൾ ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. MLA MP ഉൾപ്പെടെ വരുന്ന ദിവസം അവരെയും കൂടി വിളിച്ചു ചേർക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പേർ നമ്മോടൊപ്പം ചേർന്നത്. സുരേഷ് എറണാകുളത്തെ എന്താണ് നിലവിലെ സാഹചര്യം? ഈ പനത്തടി പഞ്ചായത്തിലെ കമ്മാടി, പാണത്തൂര്, കുണ്ടുപ്പള്ളി, റാണിപുരം, പുളിങ്കൊച്ചി
തുടങ്ങിയ മേഖലകളാണ് കൂടുതലായും ഈ ആനശല്യം കാണുന്നത്. കഴിഞ്ഞ ദിവസം കാട്ടാന കൂട്ടമിറങ്ങി തെങ്ങ്, വാഴ തുടങ്ങിയ നിരവധി കാർഷിക വിളകൾ നഷ്ടപ്പെട്ട ഒരു കർഷകന് കൂടിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചു? കഴിഞ്ഞ 27-ാം തീയതി രാത്രിക്കാണ് കയറുന്നത്. അപ്പം ഞങ്ങൾ ഈ പാണത്തൂർ പരിയാന്ന് പറഞ്ഞ കാർഷിക മേഖലയാണ്. കൃഷി ഉപജീവനമായിട്ട് കഴിയുന്ന കൃഷിക്കാരാണ് ഇവിടെ കൂടുതൽ താമസിക്കുന്നത്. അപ്പോൾ രാത്രിക്ക് ഒരു കാട്ടാനക്കൂട്ടം, ഒരു 7-8 കാട്ടാനക്കൂട്ടം കയറി നമ്മുടെ പറമ്പിൽ കയറിയിട്ട് തെങ്ങ്, വാഴ, കവുങ്ങ്. അപ്പോൾ തെങ്ങ് ഏകദേശം ഒരു കൊലക്കാറായതും കൊലച്ചതുമായിട്ട് ഒരു 100ഓളം തെങ്ങുകൾ, 10, 300, 400 വാഴകൾ, പിന്നെ കവുങ്ങാണെങ്കിൽ 10-15 കവുങ്ങൾ, അത് പരിച്ഛേദം നശിപ്പിച്ച് കളഞ്ഞ് പോയിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും 27-ാം തീയതിക്ക് ശേഷം ഓരോ ദിവസവും രാത്രിക്ക് ഓരോ കൃഷിഭൂമിയിലാണ് കയറുന്നത്. അപ്പം ഇത് ഈ അടുത്ത് തന്നെ തമ്പടിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇതിൻ്റെ ഈ ശാശ്വതമായിട്ട് ഇതിനൊരു പരിഹാരം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഫോറസ്റ്റുകാർ വരുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. എങ്കിൽ തന്നെ ഇതിൻ്റെ വരവ് നിയന്ത്രിക്കാനോ ശാശ്വതമായിട്ട് ഇത് വരവില്ലാതാക്കാനോ ഉള്ള സംവിധാനം ഇതുവരെ ഇല്ല. അപ്പോൾ കൃഷിക്കാരെല്ലാം ഈ പ്രദേശത്ത് താമസിക്കുന്ന കൃഷിക്കാരൊക്കെ വളരെ ഭീതിയിൽ തന്നെയാണ്. കാരണം ഓരോ വീടിൻ്റെ 5 മീറ്ററിന് അടുത്ത് വരെ ഈ കാട്ടാനക്കൂട്ടം വന്നിട്ട് കൃഷി നശിപ്പിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഒന്നാമത് ഈ മഴക്കാലമാണ്. അപ്പോൾ ഇത് ഒച്ചയൊന്നും ബഹളം അറിയുന്നില്ല. അപ്പോൾ പലരും ഇതിൻ്റെ ഇടയ്ക്ക് ഈ മെയിൻ റോഡിലൊക്കെ കയറി ഈ ആന മെയിൻ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പം വണ്ടിക്കാരോ അല്ലെങ്കിൽ വണ്ടിക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുമ്പിൽ പെട്ടിട്ട് വണ്ടിയൊക്കെ റിവേഴ്സ് എടുത്ത് തന്നെ പോയിട്ടുണ്ട്, ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇനിയിപ്പം ഒരു ജീവഹാനിയിലേക്കായി വരുന്നത്. അന്നേരമായിരിക്കും ചിലപ്പോൾ ഈ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ഇപ്പം കാരണം കൃഷികൾ പോകുന്നതുകൊണ്ട് ആരും അങ്ങനെ വലിയ വിഷയമാക്കുന്നില്ല, അവൻ്റെ പോയി അങ്ങനെ ഒരു വിഷയമായിരിക്കും. പക്ഷേ ഒരു ജീവഹാനിയോ അങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്കും ആയിരിക്കും ചിലപ്പം ഈ അധികാരികൾ, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, മൊത്തം റവന്യൂ അധികാരികൾ മൊത്തമുണ്ട്. സർക്കാർ തലത്തിലുള്ള ശരിക്കും പറഞ്ഞാൽ ഇത് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണാത്ത കാലം ഇവിടെ ആൾക്കാരൊക്കെ ഭീതിയിൽ തന്നെയാണ് കഴിയുന്നത്. എന്താണ് ഈ ശാശ്വതമായ പരിഹാരത്തിനായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം? അതായത് ഈ ഫെൻസിംഗ് ഉണ്ട്, ഇപ്പോൾ സോളാർ ഫെൻസിംഗ് ഉണ്ട്. ഈ ഫെൻസിംഗ് പലയിടത്തും ചാർജ് ഇല്ലാത്തതും ഭാഗങ്ങളുണ്ട്. കാരണം ഇത് കാടൊക്കെ പിടിച്ച് കിടക്കുമ്പോഴത്തേക്കും ശരിക്കുള്ള ചാർജ് കിട്ടില്ല. ശരിക്കും നല്ല ചാർജുള്ള വേലികളാണെങ്കിൽ ഇത് ശരിക്കും ഷോക്ക് അടിക്കുമ്പോൾ ഇത് മാറിപ്പോവും. ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ട്രെഞ്ച് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സംവിധാനം. അതായത് ഈ അതിർത്തികൾ കൂടി ട്രെഞ്ച് എടുക്കുക, നല്ല ആഴത്തിൽ തന്നെ ട്രെഞ്ച് എടുക്കുമ്പം അങ്ങനെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. ചില കൃഷിക്കാരൊക്കെ ഇങ്ങനെ അവരെ സ്വന്തം ചെലവിൽ അവർ ട്രെഞ്ച് എടുത്ത ഭാഗത്തൊക്കെ ആ ആനനെ പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട് ഒരു പരിധിവരെ. അപ്പോൾ അതാണ് ശരിക്കും ശാശ്വതമായ പരിഹാരം. പിന്നെ ഉള്ളത് തൂക്കുവേലി എന്നുള്ളതാണ്. ഈ സോളാർ ഫെൻസിങ് തന്നെ ഇതിപ്പം താഴെ കൂടി ഇട്ടിരിക്കുന്ന വേലിയാണ്. സോളാർ തൂക്കുവേലിയുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചുകൂടെ മെച്ചമാണ്. അത് ശരിക്കും ഇതൊക്കെ ചെയ്ത് തരേണ്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഞങ്ങൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥലത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന കൃഷിക്കാരെ സംബന്ധിച്ച് അവരെ സംരക്ഷിക്കുക എന്നുള്ളൊരു ചുമതലയും കൂടെ സർക്കാരിനുണ്ട്, സർക്കാരിൻ്റെ അധികാരികൾക്കുണ്ട്. ഇപ്പോൾ ഇവർ വരുമ്പോൾ, നാശം വരുമ്പോൾ ഇവർ വന്ന് അന്വേഷിച്ച് പോകുന്നതല്ലാതെ ഇതിനെ ഇപ്പം 10 ദിവസത്തോളമായി ഈ ചുറ്റുവട്ടത്ത് തന്നെ ഇന്നലെ രാത്രിക്കും ഈ അടുത്ത പ്രദേശത്ത് കയറി നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 10 ദിവസത്തോളമായിട്ട് ഈ നാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിനെ ഒരു ഫലപ്രദമായി തടയാനുള്ള നടപടി ഇതുവരെ വന്നിട്ടില്ല. ഈ പലരും വർഷങ്ങൾക്ക് മുമ്പ് വീടും അതുപോലെ തന്നെ നാടും ഒക്കെ ഉപേക്ഷിച്ച് കുടിയേറി വന്നവരാണ് ഇവർ. എത്രത്തോളം കർഷകർക്കാണ് ഇപ്പോൾ ഇത് ബാധിച്ചിട്ടുള്ളത്? ഈ കാട്ടാന അതുപോലെ വന്യമൃഗശല്യം കൂടി ഉണ്ടല്ലോ. വന്യമൃഗശല്യം ഇതായത് പിന്നെ കാട്ടുപന്നി, കുരങ്ങ്. ഇപ്പോൾ കുരങ്ങെന്ന് പറഞ്ഞാൽ തെങ്ങയിലുള്ള കരിക്കും മുഴുവൻ പറിച്ചു കഴിഞ്ഞാൽ തെങ്ങയിൽ നിന്നുള്ള ആദായം നമുക്ക് കിട്ടുന്നില്ല. കാട്ടുപന്നിയെല്ലാം മൊത്തം വാഴയാണെങ്കിലും കുത്തി നശിപ്പിച്ച് അങ്ങനെ ഒരു നാശം അങ്ങനെയുണ്ട് കാട്ടുപന്നിയുടെ ഭാഗത്തുനിന്ന്. അപ്പം കുരങ്ങ്, കാട്ടുപന്നി, ഇപ്പം ആന ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ വ്യാപകമായിട്ട് നശിപ്പിച്ച് ഈ വർഷം മാത്രമേ ഉള്ളൂ. ഈ 2024 മാത്രമേ ഉള്ളൂ ഇത്ര വ്യാപകമായിട്ട് എല്ലാ കൃഷിയിടങ്ങളിലും കയറി ഓരോ ദിവസവും ഇങ്ങനെ ഈ ടൈം ടേബിൾ വെച്ച പോലെ തന്നെ ഓരോ ദിവസം മാറി ഓരോ കൃഷിയിടത്തിൽ കയറുന്നു. അങ്ങനെ മൊത്തം കൃഷി മുഴുവൻ നശിപ്പിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാം ഇതും കൊണ്ട് വേണം ഞങ്ങൾ ഉപജീവനം കഴിക്കാൻ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ കൃഷിക്കാരെല്ലാം കഴിയുന്നത്. ഇവിടെ ഏതാണ്ട് ഈ പ്രദേശത്ത് ഒരു 150 കൃഷിക്കാരുണ്ട്. ഈ പ്രദേശത്ത് തന്നെ 150 കൃഷിക്കാരുണ്ട്. എല്ലാവരും ഭീതിയിൽ തന്നെയാണ് കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വനപാലകരും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പനത്തടി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ ബി ശേഷപ്പയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തോട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. സാർ, എന്താണ് ഈ നിലവിലൊരു അവസ്ഥ? നിലവിൽ 2 ആഴ്ചയോളമായി പനത്തടി സെക്ഷൻ്റെ പല ഭാഗത്തും കർണാടക ഫോറസ്റ്റാണ്. ഈ ഭാഗത്ത് 2 ആഴ്ചയായി ഒരു 7ഓളം ആനകൾ കൂട്ടമായി എത്തി പല സ്ഥലത്തും കൃഷി നശിപ്പിക്കുന്ന അവസ്ഥയാണുള്ളത്. സോളാർ വേലികളാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഏക പരിഹാര മാർഗം. അത് ഇപ്പോൾ നിലവിൽ എല്ലാ സ്ഥലത്തും നാട്ടുകാരുടെ സഹകരണത്തോടെ നമ്മളത് ചെയ്ത് നല്ല കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. അത് എന്നാലും ചില സമയങ്ങളിൽ കാട്ടാനകൾ വേലിയുടെ പോസ്റ്റ് ചവിട്ടിപ്പൊളിച്ച് അകത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് പകൽ സമയത്ത് നമുക്കതിനെ ഓടിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഇത് കർണാടക ഉൾവനത്തിലേക്കാണ് പകൽ സമയത്ത് കയറി നിൽക്കുന്നത്. രാത്രി കാലങ്ങളിൽ ഓരോ സ്ഥലങ്ങളിങ്ങനെ തപ്പി നടന്ന് വേലിയുടെ അരികത്ത് നടന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മരങ്ങൾ പൊളിച്ചിട്ടും പിന്നെ ചവിട്ടി താഴ്ത്തിയാണ്
കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതിനിപ്പോൾ ആന പ്രതിരോധത്തിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന രീതിയിൽ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ട്രഞ്ച് എത്രത്തോളം വിജയകരമാവും എന്നുള്ളതിലും ആശങ്കയുണ്ട്. അത് കർണാടക വനം കൂടി ആയതുകൊണ്ട് അതിനുള്ള ഒരു പരിഹാരം എന്ന രീതിയിൽ കർണാടക ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എന്നിരുന്നാലും കർഷകരുടെ ഓരോ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് തന്നെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. നമ്മുടെ സെക്ഷൻ്റെ 8-9-10 സ്റ്റാഫുണ്ട്. എല്ലാവരും 2 ആഴ്ചയായി ആനവേലി കൂടെ തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ കുറച്ചെങ്കിലും ശാശ്വത പരിഹാരം കണ്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെയും ഞങ്ങളുടെ സംയുക്തമായ സഹകരണത്തിലൂടെയാണ് ചെയ്തിട്ടുള്ളത്. നാട്ടുകാർ നമ്മളോടൊപ്പം കൂടി നിൽക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന സഹകരണം വളരെ പ്രയോജനം ചെയ്യുന്നു. ഈ മോഡൽ എല്ലാ സ്ഥലത്തും നമുക്ക് നാട്ടുകാരുടെ സഹകരണം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ആനശല്യം പരിഹരിക്കാൻ കഴിയും. രാത്രി കാലങ്ങളിൽ വെളുപ്പിനൊക്കെ വരുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ഇത്ര മാത്രമേ എനിക്ക് പറയാം. ഇനിയിപ്പോൾ നമുക്കിനി പ്രശ്നത്തിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടത്. ഇപ്പോൾ കാട്ടാന ശല്യം മാത്രമല്ല, വന്യമൃഗ ശല്യവും ഈ ഭാഗത്ത് ധാരാളം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് സാർ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം? കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ നിലവിലുള്ള രീതികൾ ഫെൻസിങ്, തൂക്ക് ഫെൻസിങ്, പിന്നെ ട്രഞ്ച്, പിന്നെ റെയിൽ ഫെൻസിങ് എന്നിവയൊക്കെയാണ്. ഇതിൽ ഏതാണ് വിജയിക്കുക എന്നുള്ളത് പിന്നെ ശാസ്ത്രീയമായിട്ട് സ്ഥലത്തിൻ്റെ നേച്ചറും കൂടി പരിശോധിച്ച് തീരുമാനിക്കാൻ കഴിയുള്ളൂ. ഒന്നാമത് പനത്തടി കർണാടക വനമേഖലയോട് ചേർന്ന സ്ഥലം ചെങ്കുത്തായ മലപ്രദേശങ്ങളാണ്. അതുപോലെ തന്നെ ട്രഞ്ച് എത്രത്തോളം സാധ്യമാവും എന്നുള്ളതിൽ ആശങ്കയുണ്ട്. പിന്നെ തൂക്കുവേലിയാണെങ്കിലും പല സ്ഥലത്തും അതിൻ്റെ കൊമ്പ് കോർത്ത് വലിച്ച് പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പോസ്റ്റാണെങ്കിൽ ചവിട്ടി ഒടിക്കുന്ന ഒരു സാഹചര്യം. ആനയും നമ്മളെക്കാളും എത്രയോ അതിന് തീറ്റ തേടാനുള്ള ബുദ്ധി അതിനും ഉണ്ട്. അതിനൊരു ശാശ്വത പരിഹാരമായിട്ട് സർക്കാർ തലത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമെന്നല്ലാതെ വേറൊന്നും ഓടിക്കൽ അതത്ര വിജയകരമാകുന്നില്ല. രാത്രികാലത്ത് മഴ സമയത്ത് എല്ലാ സമയത്തും നമുക്കത് ഓടി വിജയിപ്പിക്കാൻ പറ്റുന്നില്ല. എന്തായാലും പരിമിതികൾക്കിടയിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തുകാരുടെ വലിയ ആശ്വാസമായി നിലകൊള്ളുന്നത്. എന്തായാലും കൂടുതൽ ആളുകളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ചെറിയൊരു ഇടവേള. കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിച്ച ഒരു പ്രദേശം കൂടിയാണിത്. നമ്മോടൊപ്പം അജിൻ, അതായത് കർഷക സംഘം വില്ലേജ് സെക്രട്ടറി കൂടി നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ആനക്കൂട്ടമിറങ്ങി? ഈ പ്രദേശങ്ങളിൽ ആന ഇപ്പം നിരന്തരം ഒരാഴ്ചക്കാലമായി നിരന്തരം ഓരോരോ വ്യക്തികളുടെ പറമ്പുകൾ വന്ന് അവരെ കൃഷികൾ നശിപ്പിക്കുന്ന, അവരുടെ ആ ഒരു ജീവിത പ്രയത്നത്തിലുള്ള കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇന്ന് നാളെ ഏത് ഭാഗത്തേക്കാണ് എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ ഇത് ഉറങ്ങാതെ കാത്തിരിക്കുന്നൊരു സാഹചര്യമാണിപ്പോൾ. ജനങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് ഇതിൽ നേരിടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് സാമ്പത്തികമായി ജനങ്ങൾക്ക് പ്രയാസം വരുന്നു, അതുപോലെ മാനസികമായുള്ള പ്രയാസം വരുന്നു. ജനങ്ങളുടെ ഒരു ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ കഷ്ടപ്പെടുന്ന അവരെ കാർഷിക വിളകൾ ഒരൊറ്റ രാത്രി കൊണ്ട് നശിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ആ പാവപ്പെട്ട കർഷകർക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. ഈ ആനയും അതുപോലെ വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിക്കുന്നതിന് ശാശ്വതമായ പരിഹാരം ഇപ്പോൾ ഗവൺമെൻറ്റുകൾ മുന്നിട്ടിറങ്ങി, ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആയാലും വേണ്ട രീതിയിൽ പരിപാലനം നടത്തി, ഈ ഫോറസ്റ്റിൽ ആയാലും ഈ ആനകൾക്കായാലും അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഫോറസ്റ്റിനുള്ളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള ശാശ്വത പരിഹാരമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ഈ കർഷകർക്ക് വരുന്ന ഈ നഷ്ടത്തിന് എല്ലാ ഗവൺമെൻറ്റുകളും ഇടപെട്ടുകൊണ്ട്, ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെട്ടുകൊണ്ട് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് കർഷക സംഘം വില്ലേജ് കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത്. നേരത്തെ തന്നെ ശക്തമായ കാലവർഷത്തിൽ മണ്ണിടിച്ചൽ, അതുപോലെ തന്നെ ഉരുൾപൊട്ടലൊക്കെ നേരിടുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ കാട്ടാന ശല്യം കൊണ്ട് വിളകളെല്ലാം നശിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് ഏകദേശം എത്രത്തോളം ഈ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് അടുത്തടുത്ത പ്രദേശം ഓരോ ദിവസവും ഓരോ പറമ്പിലിറങ്ങി അയാളുടെ മുഴുവൻ കൃഷികളും നശിപ്പിക്കുന്നത്. ഇപ്പോൾ വാഴ, തെങ്ങ്, അതുമാതിരി മറ്റുള്ള വിളകൾ എല്ലാം നശിപ്പിച്ച് അവരുടെ അധ്വാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഓരോരോ കർഷകർ. ഈ പ്രദേശം ഇന്നതെന്നല്ല, ഒരു വീടിൻ്റെ മുറ്റത്ത് ആൾക്കാർക്ക് ഭീഷണി വരെ ആയിരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ
ജനങ്ങൾക്ക് ഭീഷണിയാണ്. ഇപ്പോൾ ജനങ്ങളുടെ ഒരു മരണം വരെ സംഭവിച്ചില്ല, അതും വരെ സംഭവിക്കാം. ഇപ്പോൾ അതിന് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധ ഇതിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആന മാത്രമല്ല, മാൻ, പന്നി, കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങൾ വ്യാപകമായി ശല്യം വർഷങ്ങളായി നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിന് ഇത് വേണ്ട രീതിയിലുള്ള ഒരു സർക്കാരുകൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം വെച്ചാൽ നമ്മളെ വനം വകുപ്പിനുള്ള പരിമിതമായ സൗകര്യങ്ങൾ വെച്ച് തീർച്ചയായും ചോദിക്കാൻ വിചാരിച്ചത്, ഈ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ഇടപെടലുണ്ട്, പക്ഷേ അതേസമയം തന്നെ വലിയ പരിമിതികൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് വനം വകുപ്പിന് ഈ കാര്യത്തിൽ കൂടുതൽ സഹായങ്ങൾ ചെയ്യാൻ സർക്കാരിനെ പറ്റുക? വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വനം വകുപ്പിൽ ഇപ്പം ആളുകൾ കുറവാണ്, സ്റ്റാഫ് കുറവ്. അതോടൊപ്പം തന്നെ എല്ലാ സ്ഥലങ്ങളും എത്താനുള്ള ആവശ്യമായ മറ്റു വാഹന സൗകര്യങ്ങളും മറ്റൊന്നുമില്ല. അതാണ് വനം വകുപ്പിൻ്റെ ഏറ്റവും വലിയ വിഷയങ്ങൾ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയാണ് പല സ്ഥലങ്ങളിലും ഈ ആനകളെയൊക്കെ ഓടിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പം വ്യാപകമായ രീതിയിൽ ഈ കൃഷി നശിപ്പിക്കുന്ന സമയത്ത് കർഷകർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം കൊടുക്കുക. അതോടൊപ്പം തന്നെ വിളകൾക്ക് അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ഇപ്പോൾ നഷ്ടപരിഹാരം തുച്ഛമായ സംഖ്യയാണ്. അപ്പം പരമാവധി ആ വിളകൾക്കനുസരിച്ചുള്ള നഷ്ടപരിഹാരം ഉയർത്തുക എന്നാണ് ഗവൺമെൻറ് ചെയ്യാറുള്ളത്. അതോടൊപ്പം തന്നെ പുതിയ മാർഗ്ഗങ്ങൾ, ഈ ആനയെ ഓടിക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ ഗവൺമെൻറ് ആലോചിക്കണം. ഇപ്പോൾ തേനീച്ചപ്പെട്ടി ഉൾപ്പെടെ സ്ഥാപിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ് അതിൻ്റെ അധികാരികൾ പഠിക്കണം. അപ്പം എന്നാൽ മാത്രമേ നമുക്ക് ശാശ്വതമായി പരിഹാരം കാണാൻ പറ്റൂ. ഈ ആനകളെ ഓടിക്കുക എന്നുള്ളത് അത്രത്തോളം ഒരു പ്രാവർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം രാത്രിയിലെല്ലാം ആനയെ ഓടിക്കുന്ന സമയത്ത് നാട്ടുകാർക്ക് അതുപോലെ തന്നെ വനം വകുപ്പിനും വലിയ രീതിയിൽ അവരുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഗവൺമെൻറ് വേറെ രീതിയിലുള്ള സംവിധാനങ്ങൾ ആലോചിക്കണം. നമ്മുടെ ഈ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഈ കുടിയേറ്റ ജനതയുള്ളൊരു പ്രദേശമാണ്. ഒരുപക്ഷെ വർഷങ്ങളായി അവർ ഈ മണ്ണിനോടും അതുപോലെ തന്നെ പ്രകൃതിയോടും മല്ലടിച്ചാണ് വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള കൃഷിയും മറ്റും ഉപജീവന മാർഗം തേടുന്നത്. പക്ഷെ പല ആൾക്കാരുടെയും കൃഷി ഇപ്പോൾ നഷ്ടപ്പെട്ടു നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. എത്രത്തോളം കൃഷിനാശം ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഈ കാട്ടാനശല്യം കൊണ്ട്? കാട്ടാനശല്യം, വർഷങ്ങളായുള്ള കാട്ടാനശല്യം കൊണ്ട് അവരുണ്ടാക്കി വരുന്ന എല്ലാ വിളകളും ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതുതായി ഉണ്ടാക്കുന്ന വിളകൾ പോലും ആനകൾ നശിപ്പിക്കുന്നു. ആനകൾ മാത്രമല്ല, ഇപ്പം കവുങ്ങ് നട്ടാൽ അവിടെ ഈ കലമാൻ വന്ന് വ്യാപകമായി നശിപ്പിക്കുന്ന കപ്പ, ചേമ്പ് തുടങ്ങിയ കാർഷിക വിളകൾ പന്നിയെ നശിപ്പിക്കുന്നു. അപ്പം ഇതൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ നാളെ ഇപ്പോൾ നമ്മളിപ്പോൾ വിളകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംരക്ഷിക്കപ്പെടുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഗ്യാരണ്ടി ആർക്കും പറയാൻ സാധിക്കുന്നില്ല. പിന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവർ പരമാവധി ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിമിതികളുണ്ട്. അപ്പോൾ അവർക്കുള്ള ലഭ്യമായ അവർ ആ സോഴ്സ് വെച്ച് അവർ അത്രയും ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. കഴിഞ്ഞ ദിവസം 7ഓളം ആനക്കൂട്ടമിറങ്ങിയ ഒരു പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഇവിടുത്തെ പഞ്ചായത്ത് അംഗം ജെയിംസ് നമ്മോടൊപ്പം ചേരുന്നു. ഇവിടുത്തെ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം വിശദീകരിക്കും. എന്താണ് ജെയിംസ് ഏട്ടാ നിലവിലെ ഒരു പ്രതിസന്ധി? എന്താണ് നിലവിലെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ജൂൺ മാസം ആകുമ്പോഴത്തേന് ആനകളുടെ നിരന്തരമായിട്ട് കുത്തൊഴുക്കാണ്. ഈ ഏകദേശം 35 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ വനപ്രദേശം കർണാടക ഫോറസ്റ്റ് ഉള്ളത്. അതിൽ നമ്മൾ 2012-15 സാമ്പത്തിക വർഷം അന്ന് ഏകദേശം 78 ലക്ഷം രൂപ മുടക്കിയിട്ട് ഫുള്ള് നമ്മൾ പ്ലാന്റേഷൻ ഒഴികെ ബാക്കി എല്ലാ ജനവാസ മേഖലകളിലും നമ്മൾ സോളാർ ഫെൻസിങ് നടത്തിയതാണ്. അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സോളാർ ഫെൻസിങ് ആദ്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം ജനങ്ങളും കർഷകരും ചെയ്യണമെന്ന്. അവരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു വീഴ്ചയും പിന്നെ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ പുറകെ വരാത്തതുമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ആനയ്ക്ക് കാട്ടിൽ തീറ്റയില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആന പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ആനത്താരി എന്ന് പറഞ്ഞാൽ 4 സ്ഥലമാണെന്നുള്ളൂ. ഒന്ന് വട്ടക്കയം കാവിൻ്റെ അവിടെ, ഒന്ന് പരിയാരം പ്ലാന്റേഷൻ 6-ാം ബ്ലോക്കിൻ്റെ അവിടെ, ഒന്ന് റാണിപുരം, ഒന്ന് പുളിങ്കൊച്ചി, ഒന്ന് വണ്ണാർക്കയം. ഈ ആനത്താരികളിൽ നമ്മൾ നിരന്തരമായിട്ട് അന്ന് മുതലേ ആവശ്യപ്പെടുന്നതാണ്. ഒന്നെങ്കിൽ ആനമതിൽ അല്ലെങ്കിൽ ട്രെഞ്ച് കുഴിക്കണമെന്ന്. ഇതുവരെ അതിനൊരു നീക്കം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പരിയാരം ജോൺ ജോസഫ് വിലാസം, അതേപോലെ ആലക്കൽ ബേബി, തോട്ടുപുറം ജോണ്, അതേപോലെ ആടുകുഴി ഷാജി, അതേപോലെ പുളിങ്കൊച്ചി വിനോദ്, കല്ലപ്പള്ളി പുതുശ്ശേരി മരിച്ചുപോയ പുതുശ്ശേരി ജോസിൻ്റെ പറമ്പ് മുഴുവൻ ആന നിരത്തിയിട്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഈ നിയോജകമണ്ഡലത്തിലെ MLA ഇ ചന്ദ്രശേഖരനും നിയമസഭാ മന്ദിരത്തിൽ പോയി നേരിട്ട് അവർക്ക് നിവേദനം സമർപ്പിച്ചു. ഇപ്പം നിലവിൽ 700 രൂപയാണ് ഒരു തെങ്ങ് പോയാൽ കൊടുക്കുന്നത്. ആ 700 രൂപയിൽ നിന്നുള്ളത് തീരെ കുറഞ്ഞൊരു വിലയാണ്. ഒരു തെങ്ങിന് അത് നിരന്തരമായിട്ട് അതിൻ്റെ കായ്ഫലം കിട്ടുമ്പോൾ ഒരു 20,000 രൂപയെങ്കിലും കിട്ടണം. അത്രയും കിട്ടിയില്ലെങ്കിൽ തന്നെ ഒരു 5,000 രൂപയെങ്കിലും ഒരു തെങ്ങിന് കൊടുക്കണമെന്നാണ് നമ്മുടെ ഒരാവശ്യം.
നാല് കർഷകർക്ക് പിന്നെ റീപ്ലാന്റ് പിടിച്ചു നിൽക്കാനാവും. ഇത് കംപ്ലീറ്റ് പിന്നെ ആന നശിപ്പിച്ച് കഴിയുമ്പോഴത്തേന് ഇവർക്ക് ഒരു രക്ഷയുമില്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം പഞ്ചായത്തിലെയും പിന്നെ ജനപ്രതിനിധികളും ഗവൺമെൻറ്റും ഒറ്റക്കെട്ടായി, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ ഈ ആനേനെ ഇവിടുന്ന് തുരത്താനും സാധിക്കുള്ളൂ. പോലെ 2012 പ്രശ്നം വന്നപ്പോഴത്തേന് അടിയന്തര മീറ്റിംഗ് കർണാടക ഫോറസ്റ്റിൻ്റെ ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, കേരള പിന്നെ വനം വകുപ്പിൻ്റെ ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, അതേപോലെ റവന്യൂ അധികാരികൾ, സബ് കളക്ടർ, എല്ലാ ജനപ്രതിനിധികളും പഞ്ചായത്തിലെ മീറ്റിംഗ് കൂടി അന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റയടിക്ക് പിറ്റേ ദിവസം ഗവൺമെൻറ് പോയി 40 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടാണ് ഈ 20 കിലോമീറ്റർ ആദ്യം സോളാർ ഫെൻസിങ് നടത്തിയത്. അതിനുശേഷം 20 ലക്ഷം രൂപ വന്നു, അതിനുശേഷം 10 ലക്ഷം രൂപ വന്നു, ആദ്യത്തെ ഘട്ടത്തിൽ റാണിപുരം 10 ലക്ഷം രൂപ വന്നു. അങ്ങനെ ടോട്ടൽ 78 ലക്ഷം രൂപയ്ക്ക് ഇട്ട ആ ഫെൻസിങ് കൃത്യമായിട്ട് ബലപ്പെടുത്തി അതിൻ്റെ ആ കാടും മുള്ളെല്ലാം പടർപ്പെല്ലാം കൊത്തി കർഷകരും പഞ്ചായത്തും കൺസെൻറ്റ് വാർഡ് മെമ്പർമാരെ അതിന് മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. എന്താണ് ഇപ്പോൾ ഈ ഒരു പ്രവർത്തിക്കുള്ളൊരു തടസ്സം ഇപ്പോൾ എന്താണ്? പഞ്ചായത്ത് പറയുന്നു പഞ്ചായത്തിൻ്റെ പൈസയില്ല. പക്ഷേ പൈസ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് ഏകദേശം 1,50,00,000 രൂപയുടെ അടുത്ത് ഓൺ ഫണ്ടുണ്ട്. അതിൽ ഈ മെയിൻ്റനൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് പഞ്ചായത്തിൽ നിന്ന് ഒരു തീരുമാനപ്രകാരം എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ റാണിപുരത്ത് ഒരു മാസം 10 ലക്ഷം രൂപയാണ് അവിടെ മഴക്കാല ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കിട്ടുന്നത്. അതിന് കംപ്ലീറ്റ് പൈസ GST ഇനത്തിൽ പോവുകയാണ്. നമുക്ക് 25% ഈ വിനോദ നികുതി പഞ്ചായത്തിന് തരേണ്ടതാണ്. ഇപ്പം GST വന്നതോടുകൂടി ഈ പൈസയും നേരിട്ട് സർക്കാരിലേക്ക് പോയി എന്തെങ്കിലും നാമമാത്രം ഒരു പൈസ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അതല്ലാതെ ഇവിടെ കിട്ടുന്ന പൈസ പരമാവധി ഈ ആനകൾ ഇറങ്ങുന്ന ഈ മേഖലകളിൽ ട്രെഞ്ച് കുഴിക്കുന്നതിനും ആനമതിൽ പണിയുന്നതിനും വേണ്ടി സർക്കാർ അനുവദിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. പിന്നെ കർഷകരും സജീവമായിട്ട് ഇടപെട്ട് അതാത് മേഖലയിലെ വാട്സപ്പ് കൂട്ടായ്മയെല്ലാം കൂടി നിരന്തരം ഇത് അലർട്ട് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഈ ആനേനെ തുരത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ വയനാട്, അതുപോലെ തന്നെ ഇടുക്കി പോലെ ജില്ലകളിൽ ജീവഹാനി വരെ സംഭവിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിപ്പോൾ കാട്ടാന ശല്യം മാത്രമല്ല, വന്യമൃഗശല്യം കൂടി രൂക്ഷമാണ്. ഒരുപക്ഷെ ദുരന്തങ്ങൾ ഉണ്ടായാൽ മാത്രം കണ്ണു തുറക്കുന്ന ഒരു സർക്കാർ എന്ന ലെവലിൽ കാണാതെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. നിലവിൽ ഇവിടെ ഇത്രയും ദിവസമായിട്ട് ഈ ആന കയറി വിളയാടിയിട്ട് ഇവിടുത്തെ കാസർഗോഡ് DFIO ഉന്നത അധികാരികളോ ആരും ഇവിടെ സന്ദർശിച്ചില്ല. 4 ചെറുങ്കടവിലുള്ള 4 പിന്നെ ബീറ്റ് ഫോറസ്റ്റുമാർ വന്നിട്ട് ഇവിടെ നോക്കിയിട്ട് പോവുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഇതിന് ആരെങ്കിലും മരിക്കണം ഇവിടെ ആൾ വന്നിട്ട് ഇതാണ്. ഒരു ആന ഒരു കുഴിയിൽ വീണാൻ എടുക്കാൻ എത്ര പേരാണ് വരുന്നത്? ഇവിടെ കർഷകരുടെ ഉൽപ്പാദനത്തിനും വയ്ക്കാവുന്ന തെങ്ങിനും കവുങ്ങിനൊന്നും ഒരു മൂല്യവും ഇവർ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ DFIയും ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരേണ്ടതല്ലേ? ഗവൺമെൻറ് ഇതിന് അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ കർഷകരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് കർഷകർക്ക് അടിയന്തരമായിട്ട് ഇതിൻ്റെ നഷ്ടപരിഹാരം, ഇത് ഇന്ന് ആന നശിപ്പിച്ചു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് പൈസ കിട്ടുന്നത്. അപ്പോൾ ഫണ്ടില്ലെന്നാണ് പറയുന്നത്. ഫണ്ട് ഇവിടെ തന്നെയുണ്ട്. റാണിപുരത്ത് കിട്ടുന്ന ഈ ടൂറിസമായി കിട്ടുന്ന ഫണ്ടുണ്ട്, ആ ഫണ്ട് എടുത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പിന്നെ കർണാടകത്തിൽ നിന്ന് വരുന്ന 2012 നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ കർണാടകത്തിലെ ഫോറസ്റ്റ് അധികാരികളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ അന്നത്തെ ജില്ലാ കളക്ടർ, മംഗലാപുരം ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവിടുന്ന് ഹുങ്കിയാനകളെ ഈ കർണാടക വനത്തിനുള്ളിൽ കൊണ്ടുവന്നിട്ട് ആണ് ഈ കാട്ടാനകളെ ഓടിച്ചു വിട്ടത്. അപ്പോൾ അങ്ങനെ ഒരു നീക്കം നമ്മളുടെ സർക്കാരും അവരുമായി കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആന ഇവിടെ വട്ടക്കയത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആനേനെ ഒഴിവാക്കി വിടണമെങ്കിൽ അത് മാത്രമേ ഒരു രക്ഷയുള്ളൂ. നമ്മൾ ആന ഇറങ്ങി നശിപ്പിച്ച് കഴിഞ്ഞിട്ട് 4 നേതാക്കന്മാരോ ഈ പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ അവിടെ പോയിട്ട് തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെയും ചോട്ടിൽ വന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മറ്റൊരു കർഷകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ദേവസ്യ എന്ന് പറയുന്ന കർഷകൻ. എന്താണ് ഇവിടെ ഒരു സാഹചര്യം? ഭീതിയോട് കൂടിയാണോ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കഴിയുന്നത്? ഇപ്പോഴത്തെ അവസ്ഥ അതിഭീകരമാണ്. കാരണം ജനങ്ങൾക്ക് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു കൃഷി ചെയ്ത് ഇവിടെ ജീവിക്കാനോ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇവിടെ ആനക്കൂട്ട് ഇറങ്ങിയിട്ട് ഒരു മാസത്തോളമായി. ഇതുവരെ അത് ഒഴിഞ്ഞു പോകുന്നുമില്ല. പക്ഷേ ഇതിന് വേണ്ടപ്പെട്ടവർ ഇതിനൊരു ശരിക്കായിട്ടുള്ള ഒരു വഴി കാണുന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയോട് കാണുന്നത്. കൃഷിക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ 100 കൃഷിക്കാരുണ്ട്. അവരൊക്കെ ഇത് തന്നെയാണ് അവരുടെ ഉപജീവന മാർഗം. പക്ഷേ അതൊക്കെ നശിപ്പിച്ച് കളയാന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അവരെ കൊല്ലുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണത്. അതായത് കാരണം ഇന്ന് നട്ടുണ്ടാക്കി നാളെ കഴിക്കുന്ന ആൾക്കാർ അവരുടെ എല്ലാ വസ്തുക്കളും ഇതുപോലെ നശിപ്പിച്ച് കഴിഞ്ഞാൽ നാളെ അവർ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം അവർക്ക് വരുന്നുണ്ട്.
മറ്റൊരു കർഷകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. മാത്തച്ചൻ എന്ന കർഷകനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എത്രത്തോളം നഷ്ടം നിങ്ങൾക്കുണ്ടായിരുന്നു? ഇന്നലെ രാത്രി തന്നെ ഒരു 100 വാഴ, കവുങ്ങൻ തയ്യ്, തെങ്ങിൻ തയ്യ്, ജാതി ഇതെല്ലാം ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഴയൊന്നും അവിടെ നിർത്തണമെന്നൊരു അഭിപ്രായമില്ല. ഒരു 100-300 വാഴ ഇനി നിൽപ്പുണ്ട്. അതെല്ലാം കൂടെ വെട്ടി കളയാനായിട്ട് തീരുമാനിച്ചിരിക്കുക. അല്ലെങ്കിൽ ഈ ആനയുടെ ശല്യം നമുക്കിനി സഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു കടപ്പിലാവ് ഉണ്ടായിരുന്നു, അതിൻ്റെ തൊലി ഇതിന് മുമ്പ് 2 കൊല്ലം മുമ്പ് വന്ന് തിന്നതാണ്. ഇന്നലെയും വന്ന് അത് തിന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വൃക്ഷങ്ങളെല്ലാം നശിപ്പിച്ച് കളയാനായിട്ടാണ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിന് വേറെന്താ പ്രതിവിധി എനിക്കറിയില്ല. ഈ ജീവിതം വലിയ തോതിൽ ഈ വരുമാന മാർഗം തന്നെ നിങ്ങൾക്ക് ഈ കാർഷിക വിളകളാണ്. ജീവിതം തന്നെ ഒരു പ്രതിസന്ധിയിലേക്കാവുന്ന സാഹചര്യത്തിലേക്കാണോ നീങ്ങുന്നത്? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 175 തെങ്ങുണ്ട്. ഒരു കൊല്ലമായി അതിനകത്തെ ആദായം പറിച്ചിട്ട് കുരങ്ങാണ് അത് മുഴുവൻ കൊണ്ടുപോകുന്നത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ വാഴ തന്നെയാണെങ്കിലും പന്നിയുടെ ശല്യം ഒരു സൈഡിൽ, ഇപ്പോൾ കാട്ടാന, ഇത് നമുക്ക് ആ പറമ്പിലേക്ക് പോകാൻ തന്നെ പേടിയാണ്. ഒന്നാമത് ഈ പറമ്പിൽ ജാതി മരം നിൽക്കുന്നത് കൊണ്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ആന എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് കവുങ്ങൻ തൈ നശിപ്പിക്കുക, തെങ്ങിൻ തൈ ഇനി നമുക്ക് കുഴിച്ചു വെക്കാൻ പറ്റില്ല പറമ്പിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഇന്നലെ തന്നെ 2 തെങ്ങിൻ തൈ നശിപ്പിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു വഴിമുട്ടിയ സാഹചര്യത്തിലേക്കാണ് ഇനിയുള്ളത്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിപാടുമില്ല. മണ്ണിനോടും പ്രകൃതിയോടും മല്ലിടിച്ച് ജീവിതം കരുപ്പിടിപ്പിച്ചവരാണ് ഇവിടെയുള്ള ഭൂരിഭാഗം പേരും. ഇവരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്. എന്തായാലും സർക്കാർ തലത്തിൽ അടിയന്തരമായ ഇടപെടൽ ഇവിടെ ആവശ്യമാണ്. ഈ ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഉടൻ തന്നെ ഇതിനുള്ള നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.